രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര അപമാനമാണ് താങ്കൾ ചെയ്തു കൂട്ടുന്നത്? താങ്കൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? താങ്കൾ ചാനലുകളിലൊക്കെ വന്ന് എന്തൊരു ബഹളമാണ് കാണിച്ചത്? എന്തിനാണ് ഇത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എത്രയോ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തുടങ്ങി നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കൊണ്ടു നടന്ന എത്ര മഹത്തായ പ്രസ്ഥാനം. ഇങ്ങോട്ട് വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ അടക്കമുള്ള വലിയ വലിയ ആളുകൾ കൊണ്ടു നടന്ന പ്രസ്ഥാനമല്ലേ. എ കെ ആൻ്റണിയെ പോലുള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? എത്ര ശുദ്ധമായ തെമ്മാടിത്തരമാണ് കാണിച്ചത്. എന്നിട്ട് നിങ്ങൾ കിടന്ന് മെഴുകി ഉള്ള ചാനലുകളിലൊക്കെ വന്ന് നാശക്കോട്ടയായി ഒരു പാർട്ടിയെ കൂടെ പ്രതിരോധത്തിലാക്കിയില്ലേ? നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ സുധാകരനെ പോലെയുള്ള വളരെ സീനിയർ നേതാക്കൾ, സമൂഹത്തിൽ ബഹുമാനിക്കുന്ന നേതാക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും തള്ളിപ്പറയേണ്ടി വന്നില്ലേ? എന്തൊരു ഗതികേടാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് പഠിക്കേണ്ടതാണ്. പാർട്ടികൾ നേരത്തെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി MLA സ്ഥാനമൊക്കെ രാജിവെക്കാൻ പറയണം. എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? ഇനിയിപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ, അത് അവൾ ചതിച്ചതാണോ, ഇവർ ചതിച്ചതാണോ, ഇര ചതിച്ചതാണോ, അങ്ങനെയൊന്നും ചോദിക്കുന്നതിലൊരു കാര്യമില്ല. വിവാഹം കഴിച്ചൊരു സ്ത്രീയുമായി ബന്ധം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കേണ്ടായിരുന്നോ? പിന്നെ ഡൈവോഴ്സ് ചെയ്ത സ്ത്രീയുമായിട്ടാണ് ബന്ധം വെച്ചതെങ്കിൽ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവർക്ക് പരാതി ഇല്ലായിരിക്കണം. ഇതവർ പരാതി പറഞ്ഞിരിക്കുകയാണ്, അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. ലൈംഗികമായ സുഖം രണ്ടുപേരും അനുഭവിച്ചതിന് ശേഷം ഒരാൾ കൊണ്ട് കേസ് കൊടുക്കുകയാണ്, എന്നെ പറ്റിച്ചുവെന്ന്. ചിലപ്പോൾ അവർ മറ്റ് രാഷ്ട്രീയ എതിരാളികളുടെ ആയുധമായിരിക്കും. ചിലപ്പോൾ CPM ഭരണകക്ഷിയോ ആരെങ്കിലും, അല്ലെങ്കിൽ BJP ആരെങ്കിലും അവർ ആയിരിക്കാം. ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്കുള്ള പണം കൊടുക്കും, ഭർത്താവിന് പണം കൊടുക്കും. പണത്തിന്റെ മുന്നിൽ പരുന്തം പറക്കില്ലല്ലോ. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? താങ്കൾ എത്രയോ വലിയ നേതാവേ, താങ്കൾക്ക് എന്തോരം ആരാധകരായിരുന്നു കേരളത്തിൽ. പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് എത്ര ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന ആളാണ് താങ്കൾ. നാളത്തെ മന്ത്രിയാകേണ്ട ആളായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് താങ്കൾ ചാനലുകളിലൊക്കെ വന്നിരുന്നത് കോൺഗ്രസിന് വേണ്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര വലിയ നേതാവായിരുന്നു. പക്ഷേ എന്താ താങ്കൾ കാട്ടിക്കൂട്ടിയത്? ഇപ്പം എന്തുത്തരമാണ് താങ്കൾക്ക് പറയാൻ? ഇന്നലെ വരെ താങ്കളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു ഓരോരുത്തരും. മുകേഷ് രാജിവെച്ചില്ല, വിൻസെന്റ് രാജിവെച്ചില്ല, എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചില്ല, പിന്നെ ഇയാൾ എന്തിന് രാജിവെക്കുന്നു എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുക. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേടിയെടുത്ത MLA സ്ഥാനത്തിന് 3 മാസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 6 മാസമല്ലേ ഉള്ളൂ. നിങ്ങളങ്ങ് രാജിവെച്ചേക്ക്. എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. ഒരു കാരണവശാലും അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയില്ല. ഇപ്പം നവംബർ ആയാലോ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 6 മാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് വരാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷനായിട്ടൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എത്ര മാസത്തിനകത്ത് രാജിവെച്ചാൽ തിരഞ്ഞെടുപ്പ് വരില്ല എന്ന് നോക്കി അങ്ങ് MLA സ്ഥാനം രാജിവെക്കുക. അതാണ് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനകത്തൊരു മാന്യതയുണ്ട്. അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFിൻ്റെയും വിജയസാധ്യതയുടെ മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്രയോ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. വലിയ സാധ്യതയുള്ള സമയമല്ലേ? UDFിന് വലിയ സാധ്യതയുള്ളൊരു കാലമല്ലേ? ആ കാലത്ത് ശബരിമല പോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ ആന്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരം കിടക്കുമ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടിച്ച് കോൺഗ്രസിനൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? നിങ്ങൾ ദയവായി രാജിവെക്കുക, നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുക.